നമസ്കാരം. യൂട്യൂബിൽ നിങ്ങൾ കണ്ടന്റുകൾ ക്രിയേറ്റ് ചെയ്യുന്നവരാണെന്നുണ്ടെങ്കിൽ ഞാൻ ഈ പറയാൻ പോകുന്ന കാര്യങ്ങൾ നിങ്ങൾക്ക് തീർച്ചയായിട്ടും കാര്യങ്ങൾ മനസ്സിലാവും. യൂട്യൂബർ അല്ലാത്ത ഒരാൾക്ക് അല്ലെങ്കിൽ സോഷ്യൽ മീഡിയയിൽ കണ്ടന്റുകൾ ക്രിയേറ്റ് ചെയ്യാത്ത ഒരാൾക്ക് ഞാൻ ഈ പറയാൻ പോകുന്ന കാര്യങ്ങൾ ചിലപ്പം തമാശയായിട്ട് തോന്നാം, അല്ലെങ്കിൽ വലിയൊരു കാര്യമായിരിക്കത്തില്ല അവർക്ക്. പക്ഷേ ഒരു കണ്ടന്റ് ക്രിയേറ്ററിനെ സംബന്ധിച്ചിടത്തോളം ഞാൻ ഈ പറയാൻ പോകുന്ന കാര്യങ്ങൾ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. ഇതിനെക്കുറിച്ച് ആരും അങ്ങനെ ഡിസ്കസ് ചെയ്ത് ഞാൻ കണ്ടിട്ടില്ല. സംഭവം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, യൂട്യൂബ് മാത്രം പ്രതീക്ഷിച്ചുകൊണ്ട് അല്ലെങ്കിൽ സോഷ്യൽ മീഡിയയിൽ നിന്നുള്ള ഏണിങ്സ് മാത്രം പ്രതീക്ഷിച്ചുകൊണ്ട് നല്ല കണ്ടന്റുകൾ ചെയ്യുന്ന ഒരുപാട് ക്രിയേറ്റേഴ്സ് ഉണ്ട്. യൂട്യൂബിന് വേണ്ടിയും അല്ലെങ്കിൽ ഫേസ്ബുക്കിന് വേണ്ടിയൊക്കെ ഒരുപാട് ഇൻവെസ്റ്റ് ചെയ്തിട്ടുള്ളവരുണ്ട്. ഇൻവെസ്റ്റ് ചെയ്യാന്ന് വെച്ച് കഴിഞ്ഞാൽ ക്യാമറ വാങ്ങാനും മൈക്ക് വാങ്ങാനും അതിന് വേണ്ട അക്സസറീസ് വാങ്ങാനും, എന്തിനേറെ പറയണം, വീഡിയോ എഡിറ്റ് ചെയ്യാനുള്ള സോഫ്റ്റ്വെയറിന് പൈസ കൊടുക്കണം, ഫോട്ടോ എഡിറ്റ് ചെയ്യാനുള്ള സോഫ്റ്റ്വെയറിന് പൈസ കൊടുക്കണം, എല്ലാത്തിനും പൈസയാണ്. എല്ലാ ഇൻവെസ്റ്റ്മെന്റും നടത്തി അവസാനം യൂട്യൂബിൽ നിന്ന് എന്തെങ്കിലും വരുമാനം കിട്ടുമെന്ന് പ്രതീക്ഷിച്ചിരിക്കുന്ന സമയത്ത് മൊത്തത്തിൽ യൂട്യൂബിന്റെ ഏണിങ്സ് ഡൗൺ ആയിട്ടുള്ള ഒരു അവസ്ഥയിലാണ് ഇപ്പോൾ പോകുന്നത്. അപ്പം നമുക്കറിയാം, പണ്ട് തൊട്ടേ വീഡിയോ ചെയ്തു വന്നിരുന്ന പല ക്രിയേറ്റേഴ്സ് ഇപ്പോൾ റെഗുലറായിട്ട് കണ്ടന്റുകൾ ക്രിയേറ്റ് ചെയ്യുന്നില്ല. അവരെ ഓൾമോസ്റ്റ് പലരും ഈ ഒരു യൂട്യൂബ് തന്നെ നിർത്തിയ അവസ്ഥയിൽ പോകുന്ന ആളുകളുണ്ട്. അപ്പൊ യൂട്യൂബിൽ കണ്ടന്റുകൾ ക്രിയേറ്റ് ചെയ്യുന്ന മിക്ക ആളുകളും ഇപ്പം നല്ല ടെൻഷനിലാണെന്ന് തന്നെ പറയാം. ഞാനിപ്പോൾ പേഴ്സണലി പല കണ്ടന്റ് ക്രിയേറ്റേഴ്സുമായിട്ടൊക്കെ സംസാരിക്കുമ്പോൾ ചിലരൊക്കെ ഓക്കെ ആണ്, ചിലർക്ക് പ്രശ്നമില്ല. കാരണം അവർ യൂട്യൂബിൽ വന്ന് യൂട്യൂബിൽ നിന്ന് നല്ല വരുമാനം ഉണ്ടാക്കി അതിൽ നിന്ന് ഉള്ള ഇൻകം ജനറേറ്റ് ചെയ്യാൻ പറ്റുന്ന, അതായത് ഉണ്ടാക്കിയ വരുമാനത്തിൽ നിന്ന് ഇൻകം ജനറേറ്റ് ചെയ്യാൻ പറ്റുന്ന പല ബിസിനസ്സുകൾ സ്റ്റാർട്ട് ചെയ്തവർക്കൊന്നും പ്രശ്നമില്ല. അല്ലാത്തവരുണ്ടല്ലോ, അതായത് യൂട്യൂബിന് വേണ്ടി ഇൻവെസ്റ്റ് ചെയ്ത് ഞാൻ ഈ പറഞ്ഞ രീതിയിലുള്ള ഇൻവെസ്റ്റ്മെന്റ് യൂട്യൂബിൽ നടത്തി പിന്നെ അതിൽ നിന്ന് വരുമാനം കിട്ടാതെ ഇരിക്കുന്ന ഒരുപാട് ആളുകളുണ്ട്. അപ്പം നമ്മൾ വിചാരിക്കും യൂട്യൂബ് സോഷ്യൽ മീഡിയയിൽ ചുമ്മാ വന്ന് എന്തെങ്കിലും കാണിച്ചിട്ട് പോയി പൈസ ഉണ്ടാക്കുന്നവൻ പണിയെടുക്കാതെ ജീവിക്കുന്നു എന്നൊക്കെ നമ്മൾ പറഞ്ഞു കേട്ടിട്ടില്ല. ഈ പലയിടത്തും ഞാൻ കണ്ടിട്ടുണ്ട്. ചില വീഡിയോകളുടെയൊക്കെ കമന്റ് സെക്ഷനിൽ വന്നിട്ട് ചില കമന്റ് ചെയ്യുന്നുണ്ട്, പണിയെടുത്ത് ജീവിക്കിടാന്നൊക്കെ പറഞ്ഞു. സത്യത്തിൽ അങ്ങനെ പറഞ്ഞ് ഒഴിവാക്കേണ്ട ഒരു മേഖലയല്ല ഈ കണ്ടന്റ് ക്രിയേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. കുറച്ചധികം പാടുള്ള പരിപാടിയാണ്. ക്രിയേറ്റീവായിട്ട് ചിന്തിക്കേണ്ട ഒരു മേഖല തന്നെയാണ് ഈ കണ്ടന്റ് ക്രിയേഷൻ. ഇപ്പൊ പറഞ്ഞു വരുന്ന യൂട്യൂബിൽ ഇപ്പൊ പഴയ പോലെ വരുമാനം കിട്ടുന്നില്ല, ഏണിങ്സ് വളരെ കുറഞ്ഞു. ആഡ്സൻസിൽ നിന്നുള്ള ഏണിങ്സ് ഒന്നും, അതായത് ഇപ്പൊ എന്നെ സംബന്ധിച്ച് ഞാൻ പറയാം, എനിക്ക് ഈ ഒരു ചാനലുണ്ട്, അതേപോലെ ഒരു 6.5-7 ലക്ഷം ഫോളോവേഴ്സ് ഉള്ള ഒരു ചാനലുണ്ട്. അതിൽ നല്ല റീച്ചും ഉണ്ട്. പക്ഷേ അതിലൊക്കെ ഏണിങ്സ് വളരെ കുറവാണ്. അതായത് യൂട്യൂബ് ചാനൽ തുടങ്ങിയ സമയത്ത് എനിക്ക് വ്യൂസ് ഒക്കെ കുറവുണ്ടായിരുന്ന സമയത്ത് കിട്ടുന്ന ഏണിങ്സ് പോലും ഇപ്പം സാമാന്യം നല്ല വ്യൂ കിട്ടുന്ന സമയത്ത് പോലും എനിക്ക് യൂട്യൂബിൽ നിന്ന് കിട്ടാത്ത ഒരു സാഹചര്യം വരുന്നു. ഇനിയും ആഡ്സൻസിൽ നിന്നുള്ള ഏണിങ്സ് കുറഞ്ഞാലും കണ്ടന്റ് ക്രിയേറ്റേഴ്സ് ഇതുവരെയൊക്കെ പിടിച്ചു വന്ന് പോയത് സ്പോൺസർഷിപ്പിലൂടെയാണ്. ബ്രാൻഡുകളുടെ സ്പോൺസർഷിപ്പ് കിട്ടും, ബ്രാൻഡ് പ്രൊമോഷൻസ് കിട്ടും, അതിലൂടെ ആയിരുന്നു. ഇപ്പം ഈ 2026 തുടങ്ങിയതോടെ എനിക്ക് തോന്നുന്നു ബ്രാൻഡ്സ് ക്രിയേറ്റേഴ്സിനെ സമീപിക്കുന്നില്ല എന്ന് തന്നെ പറയാം. അതിന്റെ കാരണം എന്താണെന്നൊന്നും എനിക്കറിയത്തില്ല. ഇപ്പം മൊത്തത്തിൽ ഈ ഒരു സോഷ്യൽ മീഡിയ മാർക്കറ്റ് നല്ല ഡൗൺ ആയിട്ട് പോവുകയാണ്. അപ്പൊ എനിക്ക് എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റിയ കാര്യങ്ങളാണ് ഞാൻ നിങ്ങളോട് പറയുന്നത്. ഒരുപക്ഷെ യൂട്യൂബിനെ സീരിയസ് ആയിട്ട് കണ്ട് യൂട്യൂബിൽ കണ്ടന്റ് ക്രിയേറ്റ് ചെയ്യുന്ന മിക്ക ആളുകൾ ഈ ഒരു പ്രശ്നം ഫേസ് ചെയ്യുന്നുണ്ടായിരിക്കും. ഏണിങ്സ് കുറയുന്നു, സ്പോൺസർഷിപ്പ് കുറയുന്നു, യൂട്യൂബിൽ കണ്ടന്റുകൾ ഇട്ട് മുമ്പോട്ട് പോകാൻ പറ്റാത്ത ഒരു സാഹചര്യത്തിലേക്ക് പോകുന്നു. അപ്പൊ എന്റെ വീഡിയോകൾ ഞാൻ തന്നെ ക്രിയേറ്റ് ചെയ്യുന്നു, ഞാൻ തന്നെ എഡിറ്റ് ചെയ്യുന്നു, ഞാൻ തന്നെ പബ്ലിഷ് ചെയ്യുന്നു, എല്ലാ പരിപാടിയും ഞാൻ തന്നെയാണ് ചെയ്യുന്നത്. പക്ഷേ ഒരു ടീമായിട്ടൊക്കെ വർക്ക് ചെയ്യുന്ന ഒരുപാട് ക്രിയേറ്റേഴ്സ് ഉണ്ട്. അപ്പം ഓരോ ടീമായിട്ട് വർക്ക് ചെയ്യുമ്പോൾ എല്ലാ മാസവും ആ ടീമിലുള്ള മെമ്പേഴ്സിന്, അതായത് ജോലി ചെയ്യുന്നവർക്ക് പൈസ കൊടുക്കേണ്ടതായിട്ട് വരും. അപ്പോൾ ഇങ്ങനെയൊക്കെയുള്ള കേസുകൾ വരുന്നുണ്ട്. ഇപ്പോഴത്തെ ഈ ഒരു സാഹചര്യത്തിൽ യൂട്യൂബിൽ നിന്ന് കിട്ടുന്ന ഏണിങ്സ് കൊണ്ട് ഇതൊക്കെ കംപ്ലീറ്റ് ചെയ്ത് പോകാൻ പറ്റും എന്ന് എനിക്ക് തോന്നുന്നില്ല. മുമ്പൊക്കെ ചില ചാനലുകളൊക്കെ നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടായിരിക്കും, ചില ആപ്സ് ഒക്കെ പ്രൊമോട്ട് ചെയ്തുകൊണ്ട് നല്ലവണ്ണം പൈസ ഉണ്ടാക്കിയിരുന്നു. പക്ഷേ അങ്ങനെയുള്ള ആപ്സുകൾ പ്രൊമോട്ട് ചെയ്യുന്ന ചാനലുകളൊന്നും ഇപ്പം ഇല്ല എന്ന് തന്നെ പറയാം. കാരണം യൂട്യൂബ് അങ്ങനെയുള്ള ചാനലുകളിൽ സ്ട്രൈക്ക് കൊടുക്കുന്നു, ഗവൺമെന്റ് സൈഡിൽ നിന്ന് അങ്ങനെയുള്ള ആപ്സുകളൊക്കെ ബാൻ ചെയ്യപ്പെട്ടു പോയി. അതുകൊണ്ട് ആ രീതിയിലുള്ള ഏണിങ്സും വരുമാനവും ഒക്കെ ഒരുമാതിരിപ്പെട്ട ചാനലുകളുടെയൊക്കെ നിന്നു. ഒരുപക്ഷെ ഈ ഒരു ഫിനാൻഷ്യൽ ഇയർ കഴിഞ്ഞൊരു മാർച്ച് ഒക്കെ കഴിയുമ്പോഴത്തേക്ക് ഈ ഒരു അവസ്ഥയ്ക്ക് മാറ്റം വരാനുള്ള സാധ്യത ഉണ്ട്. എന്നാലും ഉറപ്പില്ല. കഴിഞ്ഞ വർഷം അതിന് മുമ്പത്തെ വർഷമായിട്ടൊക്കെ കമ്പയർ ചെയ്ത് നോക്കുമ്പോൾ ഏണിങ്സ്, ആഡ്സൻസിൽ നിന്നുള്ള ഏണിങ്സ് കുറയുന്നത് സാധാരണമാണ്, ഇടയ്ക്ക് അങ്ങനെ വരാറുണ്ട്. പക്ഷെങ്കിൽ സ്പോൺസർഷിപ്പുകൾ കുറയുന്നത് എനിക്ക് തോന്നുന്നു, ഞാൻ ഒരു 5-10 വർഷമായിട്ട് ഈ ഒരു മേഖലയിൽ നിന്നിട്ട് എനിക്ക് ആദ്യമായിട്ടാണ് ഇത്രയും സ്പോൺസർഷിപ്പ് കുറയുന്നതായിട്ട് തോന്നുന്നത്. എന്റെ കാര്യം മാത്രമല്ല ഞാൻ ഈ പറയുന്നത്, എനിക്കറിയാവുന്ന പല ക്രിയേറ്റേഴ്സും ഇത് തന്നെയാണ് പറയുന്നത്. പക്ഷെങ്കിൽ ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട്, യൂട്യൂബിൽ കിട്ടുന്നതിനേക്കാളും കൂടുതൽ സ്പോൺസർഷിപ്പ് ഇൻസ്റ്റഗ്രാമിൽ കിട്ടുന്നുണ്ട്. ഇൻസ്റ്റഗ്രാമിൽ കണ്ടന്റ് ക്രിയേറ്റ് ചെയ്യുന്നവർക്കൊന്നും ഒരു ക്ഷാമം ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. അപ്പം ഞാൻ പല വീഡിയോകളിൽ പറഞ്ഞിട്ടുള്ള കാര്യമാണ്, യൂട്യൂബിനെ മാത്രം ഫോക്കസ് ചെയ്യേണ്ട, ഫേസ്ബുക്കും ഇൻസ്റ്റാഗ്രാമും ഒക്കെ നിങ്ങളുടെ ലിസ്റ്റിൽ ഉണ്ടായിരിക്കണം. മുമ്പോട്ടുള്ള സമയത്ത് ഞാൻ 1-2 കാര്യങ്ങൾ പറഞ്ഞു തരാം. നിങ്ങളൊരു പുതിയ ക്രിയേറ്റർ ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾ എപ്പോഴും ഒരു നിങ്ങളുടെ ചാനലിനെ വെച്ചിട്ട് നിങ്ങൾക്കൊരു ബിസിനസ് ആയിട്ടോ അല്ലെങ്കിൽ അതിൽ നിന്ന് ഏണിങ്സ് കിട്ടുന്ന, അതായത് യൂട്യൂബിന്റെയോ സ്പോൺസർഷിപ്പിന്റെയോ ഏണിങ്സ് അല്ലാതെ മറ്റേതെങ്കിലും രീതിയിൽ നിങ്ങൾക്ക് വരുമാനം ഉണ്ടാക്കാൻ പറ്റുന്ന രീതിയിലുള്ള കണ്ടന്റ് ആയിരിക്കണം നിങ്ങൾ അപ്ലോഡ് ചെയ്യുന്നത്. ഇപ്പൊ യൂട്യൂബിന്റെ അഫിലിയേറ്റ് പ്രോഗ്രാം നല്ല രീതിയിൽ യൂട്യൂബ് പ്രൊമോട്ട് ചെയ്യുന്നുണ്ട്, അതിലൂടെ നല്ല ഏണിങ്സ് പലരും ഉണ്ടാക്കുന്നുണ്ട്. പക്ഷേ എല്ലാവർക്കും അഫിലിയേറ്റ് മാർക്കറ്റിംഗ് ചെയ്യാൻ പറ്റത്തില്ല യൂട്യൂബിലൂടെ. ഇപ്പൊ പ്രൊഡക്റ്റ് റിവ്യൂസ് ഒക്കെ ചെയ്യുന്നവരാണെന്നുണ്ടെങ്കിൽ അഫിലിയേറ്റ് ഏണിങ്സിലൂടെ പൈസ ഉണ്ടാക്കാൻ പറ്റും. പ്രൊഡക്റ്റ് റിവ്യൂസ് ചെയ്യാത്തവരാണെന്നുണ്ടെങ്കിൽ ആ രീതിയിലുള്ള വരുമാനം ഇല്ല. എപ്പോഴും നിങ്ങളുടെ യൂട്യൂബ് ചാനൽ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് മുമ്പോട്ടുള്ള സമയത്ത് നിങ്ങളുടെ ഫ്യൂച്ചറിലേക്ക് നിങ്ങൾക്ക് ഇത് സീരിയസ് ആയിട്ട് തന്നെ കൊണ്ടുപോകാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ഏത് സമയത്തും ഇതിനെ നിങ്ങൾക്കൊരു ബിസിനസ് ആയിട്ട് മാറ്റാൻ പറ്റുന്ന രീതിയിലുള്ള കണ്ടന്റുകളോ ആ ടൈപ്പ് ചാനൽസിനോ ആയിരിക്കും ഇനി മുമ്പോട്ട് വാല്യൂ ഉണ്ടാവുക എന്നാണ് എനിക്ക് തോന്നുന്നത്. ഒരുപക്ഷെ നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടായിരിക്കും, പല
കണ്ടന്റ് ക്രിയേറ്റേഴ്സിന് യൂട്യൂബിന്റെ ഏർണിങ്സും സ്പോൺസർഷിപ്പും ഇല്ലാത്ത സമയത്തും അവർ പൈസ ഉണ്ടാക്കുന്നവരുണ്ട്. അവർ കുറച്ച് നാൾ മുമ്പേ ബുദ്ധിപരമായിട്ട് ഇങ്ങനൊരു സാഹചര്യം ഉണ്ടായി കഴിഞ്ഞാൽ എങ്ങനെ അതിനെ ഫേസ് ചെയ്യാൻ പറ്റും എന്നുള്ളത് നേരത്തെ അവർ മനസ്സിലാക്കിക്കൊണ്ട് അവരുടെ ചാനലിനെ നല്ല രീതിയിലുള്ള ഒരു ബിസിനസ് ആക്കി തന്നെ മാറ്റിയിട്ടുണ്ട്. പ്രൊഡക്റ്റുകൾ സെല്ല് ചെയ്യുക, സ്വന്തമായിട്ടുള്ള പ്രൊഡക്റ്റുകൾ ഉണ്ടാക്കുക, അച്ചാർ വിൽപ്പന, അല്ലെങ്കിൽ അങ്ങനെയൊക്കെയുള്ള പരിപാടി, തുണി വിൽപ്പന, ഇങ്ങനെയൊക്കെയുള്ള പരിപാടികൾ നിങ്ങൾ കണ്ടിട്ടില്ലേ? അപ്പൊ അത് ആ ടൈപ്പിലുള്ള കണ്ടന്റുകൾ അങ്ങനെ ഏത് സമയത്തും നമ്മുടെ ചാനലിനെ നമുക്കൊരു ബിസിനസിന് വേണ്ടി യൂസ് ചെയ്യാൻ പറ്റുന്ന രീതിയിൽ വേണം മുമ്പോട്ട് കൊണ്ടുപോകാനായിട്ട്. യൂട്യൂബർ അല്ലാത്ത ഒരാളോട് യൂട്യൂബിൽ നിന്നുള്ള ഏർണിങ്സ് കുറയുന്നു അല്ലെങ്കിൽ സ്പോൺസർഷിപ്പ് ഇല്ല എന്ന് പറയുമ്പോൾ അവർക്കൊരു തമാശയായിട്ട് തോന്നുന്നു. പക്ഷെങ്കിൽ യൂട്യൂബിനെ സീരിയസ് ആയിട്ട് കണ്ട് അതിൽ ഇൻവെസ്റ്റ് ചെയ്തിട്ടിരിക്കുന്നവർക്ക് ഇതൊരു വലിയ പ്രോബ്ലം തന്നെയാണ് ഇപ്പൊ ഈ നടന്നുകൊണ്ടിരിക്കുന്നത് യൂട്യൂബിൽ. അപ്പം നിങ്ങളുടെ യൂട്യൂബ് ഏർണിങ്സ് ഈ രീതിയിൽ ഡൗൺ ആയിട്ടുണ്ടോ, അല്ലെങ്കിൽ സ്പോൺസർഷിപ്പ് നിങ്ങൾക്ക് മുമ്പത്തെ പോലെ കിട്ടാത്ത ഒരു അവസ്ഥയുണ്ടോ എന്നുള്ള കാര്യം ഈ വീഡിയോയുടെ താഴെ തീർച്ചയായിട്ടും കമന്റ് ചെയ്യുക. പലർക്കും യൂട്യൂബിൽ കണ്ടന്റ് ക്രിയേറ്റ് ചെയ്യുന്നവർക്ക് ഈ ഒരു കാര്യവുമായി ബന്ധപ്പെട്ട് നല്ല ടെൻഷൻ ഉണ്ടായിരിക്കും. യൂട്യൂബിൽ തന്നെ നിന്ന് കഴിഞ്ഞു കഴിഞ്ഞാൽ മുമ്പോട്ടുള്ള കാര്യങ്ങൾ നടക്കുമോ, എന്ത് ചെയ്യാൻ പറ്റും എന്നൊക്കെ ചിന്തിക്കുന്നവരുണ്ട്. അപ്പം എന്തായാലും നമുക്ക് പ്രത്യേകിച്ചൊന്നും ഇതിൻ്റെ അത് ചെയ്യാനില്ല. അതാണ് യൂട്യൂബിന്റെ ഒരു പ്രശ്നം. യൂട്യൂബിൽ നമ്മൾ ഇൻവെസ്റ്റ്മെന്റ് നടത്തുന്നത് നമ്മളുടെ വീഡിയോകൾക്ക് വേണ്ടി മാത്രമാണ്. അല്ലാതെ യൂട്യൂബിൽ വീഡിയോ ചെയ്യാനായിട്ട് പ്ലാറ്റ്ഫോം ഫീയോ ഒന്നും നമ്മൾ കൊടുക്കുന്നില്ല. യൂട്യൂബിൽ ഇതുപോലെ എന്തെങ്കിലും ഒരു ഇഷ്യൂ ഉണ്ടായി കഴിഞ്ഞു കഴിഞ്ഞാൽ നമുക്കൊന്നും ചെയ്യാൻ പറ്റും, നമുക്ക് നോക്കിയിരിക്കാനേ പറ്റത്തുള്ളൂ. ഇതിൽ തന്നെ യൂട്യൂബിന്റെ ഗുണവും ദോഷവും ഉണ്ട്. എന്തെങ്കിലും പ്രശ്നങ്ങൾ ഈ രീതിയിൽ ഉണ്ടായി, യൂട്യൂബ് ഡൗൺ ആയി, ഏർണിങ്സ് ഇല്ലാത്തൊരു സാഹചര്യം വന്നു കഴിഞ്ഞു കഴിഞ്ഞാൽ പതുക്കെ ഇത് ഉപേക്ഷിച്ച് അടുത്ത മാർഗത്തിലേക്ക് പോകാന്നുള്ളത് ഇവിടെ നമുക്ക് ഓപ്ഷൻ ആയിട്ടുള്ളൂ. എന്തായാലും നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റ് ചെയ്യുക. ഇന്നത്തെ വീഡിയോ ഇവിടെ നിർത്തിയാണ്. നമുക്ക് ഇനി അടുത്ത വീഡിയോയിൽ കാണാം. ഗുഡ് ബൈ.